ആഹാ, നീ നീലിന് ഭക്ഷണം എടുത്തു വെച്ച് കാത്തിരിക്കുകയാണല്ലേ? എടി, നീ എത്ര കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാലും നീൽ ഇത് കഴിക്കാൻ പോകുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? തീരുമാനിക്കുന്നത് ഞാനല്ല, പക്ഷേ ഇക്കാര്യത്തില് എന്റെ ഊഹം തെറ്റില്ല. കാരണം നീലിനി പഴയതുപോലെ നിന്നെ സ്നേഹിക്കാനോ പണ്ട് നീ വിളമ്പിക്കൊടുത്തിരുന്നപ്പോ കഴിച്ചിരുന്നതുപോലെ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് കഴിക്കാനോ കഴിയില്ല. അല്ല, ആർക്കായാലും കഴിയില്ല. കാരണം നമുക്കിഷ്ടമില്ലാത്തവരെ എന്ത് വിളമ്പി തന്നാലും അതിന് ഒരു രുചിയും ഉണ്ടാവില്ല. അത് നിന്റെ തെറ്റിദ്ധാരണയെ വേദ. എന്റെ ഏട്ടൻ എന്നെ വെറുത്തോട്ടെ, സ്നേഹിക്കണ്ട. പക്ഷെ ഏട്ടനോടുള്ള എന്റെ സ്നേഹത്തിന് ഒരു തരിമ്പ് പോലും കുറവ് വന്നിട്ടില്ല. ഓ, അത് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഏട്ടനെ ഞാൻ ഒരുത്തിക്കും വിട്ടുകൊടുക്കില്ല. നീലെത്തി. നമുക്ക് നോക്കാം, നിന്റെ സ്നേഹം നീല് സ്വീകരിക്കുവോ അതോ പുറങ്കാല് കൊണ്ട് തൊഴിച്ചെറിയോന്ന്. ഏട്ടാ, ഭക്ഷണം കഴിച്ചിട്ട് പോ. ഇപ്പൊ എന്തു പറയുന്നു മിസ്സസ് സ്വാതി നീൽ മഹേഷ്? നീ ഇപ്പോ നീലിന്റെ മുമ്പിൽ വെറും ഉപയോഗശൂന്യമായ ഒരു പാഴ് വസ്തു മാത്രം. ഇനി നിന്നെ നീലിന് വേണ്ട. സ്വാതിയെ വേണ്ടെന്ന് അവൻ എത്ര തീരുമാനിച്ചാലും ഈ വീട്ടിൽ മറ്റാരും അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അവനെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആയിക്കോട്ടെ. എല്ലാരും കൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കാന്ന്. പക്ഷേ എനിക്ക് ഉറപ്പാ, നീലിന്റെ കൂടെ ഒരു ജീവിതം ഇവൾക്കിനി സ്വപ്നം പോലും കാണാൻ പറ്റില്ല. എടി, നീലിനെ നീ അങ്ങ് മറന്നേക്ക്. മോളെ, അവള് പറഞ്ഞതൊക്കെ കേട്ട് മോള് ധൈര്യം കൈവിടരുത്. പക്ഷേ ഇന്നു മുതൽ ഈ 2 മുറിയിലുള്ള കിടപ്പങ്ങ് അവസാനിപ്പിക്കണം. ഒന്നുകിൽ അവൻ വന്ന് നിന്റെ മുറി കിടക്കണം, അല്ലെങ്കിൽ നീ ചെന്ന് അവന്റെ മുറി കിടക്ക്. അത് സാധിക്കില്ല അച്ഛാ, അതിനായിട്ട് സമ്മതിക്കില്ല. അവന്റെ സമ്മതത്തോടെ ഇതൊന്നും നടക്കില്ല. പിന്നെങ്ങനെ നടക്കും വലിച്ച? മോളെ, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഇത്തരം അവസരങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാ. ഏട്ടത്തി, എന്താ നന്ദിനി? എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? നന്ദിനി, ഇത് നടക്കുവോ? കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഏട്ടൻ ഈ വീട്ടിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. ഒരു ഭൂകമ്പം ഉണ്ടാക്കില്ല, അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം. അപ്പൊ ഇന്ന് രാത്രി ഏട്ടത്തി ഏട്ടന്റെ മുറിയിൽ ഉറങ്ങുന്നു. ഓക്കെ? നീൽ, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ മുറിയിൽ വരരുതെന്ന്? എനിക്കൊരു അല്പ സ്വസ്ഥത വേണം. പ്ലീസ് ലീവ് മീ അലോൺ. അത് പറയാനാ ഞാൻ വന്നത്.
നീലിന്റെ ഉള്ള സ്വസ്ഥതയും കൂടി ഇന്നു മുതൽ ഇല്ലാതാവാൻ പോവാ. മനസ്സിലായില്ലേ? സ്വാതി ഇന്നു മുതൽ ഈ മുറിയിലാ കിടന്ന് ഉറങ്ങാൻ പോകുന്നെന്ന്. ഈ മുറിയിലോ? ആര് പറഞ്ഞു? ആര് തീരുമാനിച്ചു ഈ കാര്യം? അച്ഛൻ. അച്ഛൻ സ്വാതിയോട് ഇക്കാര്യം പറയുന്നത് ഞാൻ കേട്ടു. ഇന്നു മുതൽ സ്വാതിയോട് ഈ മുറിയിൽ വന്നു കിടന്നുറങ്ങാനാ അവരുടെ നിർദ്ദേശം. നീലിന് അതിലൊട്ടും താല്പര്യമില്ലാന്ന് എനിക്കറിയാം. ഈ മുറിയിലെന്നല്ല, എന്റെ ജീവിതത്തിന്റെ ഒരിടത്തേക്കും ഇനി സ്വാതി വരാൻ ഞാൻ സമ്മതിക്കില്ല. സ്വാതി എന്നല്ല, ഒരു പെണ്ണും. സ്വാതിയോട് നീലിന് വെറുപ്പുണ്ട്. പക്ഷെ നീൽ എത്ര നാളെ നീലിനിങ്ങനെ ജീവിക്കാൻ കഴിയും? 6 മാസം, 1 കൊല്ലം, അല്ലെങ്കിൽ 2 കൊല്ലം. ഇതിനൊരു പരിഹാരം വേണ്ടേ നീൽ? എന്ത് പരിഹാരം? ഒരു പരിഹാരം ഇതിനില്ല. എന്നാ ഞാനൊരു പരിഹാരം പറയട്ടെ. ഒരു കുഞ്ഞ് ഏതു പുരുഷനും ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ സ്വന്തം ഭാര്യയിൽ നിന്ന് നീലു ആഗ്രഹിച്ചുള്ളൂ. അത് നൽകാൻ സ്വാതിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് ഉറപ്പായി. നീൽ ആവേശം കൊണ്ട് മാത്രമല്ല, ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചതുകൊണ്ട് മാത്രവുമല്ല, ഒരിക്കൽ നിർത്തിയെടുത്ത് നിന്ന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാനുള്ള മോഹം കൊണ്ട് ചോദിക്കുക. സ്വാതി ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്കൊരുമിച്ച് ജീവിച്ചൂടെ? നമ്മൾ പണ്ട് സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു പൊയ്ക്കൂടെ? ഇല്ല നീൽ, ഇതിനൊരു ഉത്തരം കിട്ടാതെ ഞാൻ പോവില്ല. എനിക്ക് വയ്യ നന്ദിനി. ഏട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ട് എന്നെ പേടിയാവുന്നു. അങ്ങനെ പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ഏട്ടത്തി ചെയ്തേ പറ്റൂ. വല്ലിച്ചനും കൂടി നേരത്തെ പറഞ്ഞതല്ലേ, ഇനി മുതൽ ഏട്ടത്തി ഭയന്ന് മാറി മറ്റൊരു മുറി കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഏട്ടനുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ഏട്ടത്തി തന്നെ മുൻകൈ എടുത്തേ പറ്റൂ. ചെല്ല്, ഇവിടെ ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ദേ ഈ മുറി തന്നെ കിടക്കേണ്ടി വരും. എന്റെ കാര്യം തന്നെ നോക്ക്. ഗിരിയേട്ടൻ എന്നെ മുറി കയറ്റാതിരിക്കാൻ എത്ര തവണ ശ്രമിച്ചു, എന്നിട്ട് ഞാൻ ഇടിച്ചു കയറിയില്ലേ? എനിക്ക് നിന്റെ അത്ര മിടുക്കില്ല. ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് നാണക്കേടാവും. തകർന്നു പോവും ഞാൻ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഥവാ എന്ത് സംഭവിച്ചാലും ഏട്ടത്തി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഏട്ടത്തി അകത്ത് കയറി കഴിഞ്ഞാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ എന്ത് ചെയ്യും? അതൊക്കെ ഏട്ടത്തി നോക്കിക്കോ. ഞാൻ പൂട്ടും, നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഏട്ടന് ഒരിടത്തും പോവില്ല. ഏട്ടത്തി ധൈര്യം അടിച്ചല്ലേ, ഞാനല്ലേ പറയുന്നേ. ഒന്ന് വാ ഏട്ടത്തി, വാ. ഷോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ, വാ. ആര് പറഞ്ഞു നിന്നോട് എന്റെ റൂമിൽ കയറാൻ? എണിക്കടി, എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോവാൻ. ഏട്ടൻ എന്തായി പറയുന്നത്? സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുറി കയറാനുള്ള അവകാശം ഇല്ലേ? എന്ത് അവകാശം? ഒരു അവകാശവും. ഇത് എന്റെ മാത്രം മുറിയാ. അത് കൊള്ളാം. ഏട്ടൻ എന്താ തമാശ പറയുവാണോ? ഞാൻ പിന്നെ എവിടെ പോവും? ഇന്നു മുതൽ ഞാൻ ഏട്ടൻ്റെ കൂടെ ദേ ഈ മുറിയിലെ കിടക്കുന്നത്. ദേ, കള്ളം പറയുന്നവർക്കും നിന്നെ പോലെ ചതിക്കുന്നവർക്കും എന്റെ മുറിയിൽ സ്ഥാനമില്ല. നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. ഇറങ്ങിപ്പോവാൻ. ഞാൻ ഈ വീട്ടിൽ വന്നത് ഏട്ടന്റെ ഭാര്യയായിട്ടാ, അല്ലാതെ ജോലിക്കാരിയായിട്ടല്ല. ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ ഇതുവരെ ഏട്ടനോട് 100% ആത്മാർത്ഥതയോടെ തന്നെയാ പെരുമാറിയിട്ടുള്ളത്.
ഏട്ടനോടൊപ്പം സ്നേഹത്തോടെ തന്നെയാ ജീവിച്ചത്. ഏട്ടൻ എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ പിണങ്ങി 2 മുറികളിലായിട്ട് കിടക്കുന്നത് ശരിയാണോ? നിനക്കിതൊരു ചെറിയ കാര്യമായിരിക്കും. പക്ഷേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചാ നീ കള്ളം പറഞ്ഞ് എന്നെ വിധിയാക്കിയത്. അതിന് നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഏട്ടനല്ലാതെ മറ്റാരാ എന്നോട് ക്ഷമിക്കാൻ? കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന് പിരിഞ്ഞു പോകാനും തമ്മിൽ പിണങ്ങാനും തുടങ്ങിയ ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവൂ. ഇനി ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയെന്ന് വിചാരിക്കുക. പകരം ഒരാൾ വരും വരെ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് അതുവരെ ഞാൻ ഈ മുറി തന്നെ കിടക്കും. എന്നെ ഇറക്കി വിടാന്നൊന്നും വിചാരിക്കണ്ട. സമാധാനം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ റൂമിൽ വന്ന് കിടന്നത്. അതിനും എന്നെ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ഇറങ്ങാൻ. ഏട്ടാ, ഏട്ടന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഏട്ടൻ ഒരു സെലിബ്രിറ്റിയാ. ഏട്ടന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ആളുകൾ നോക്കി കാണും. അതിലൊരു കളങ്കമായി എന്നോടുള്ള ഏട്ടന്റെ ഈ പെരുമാറ്റം ആളുകൾ കണക്കാക്കിയ അവരേട്ടനെ പരിഹസിക്കും. അതിന് നിനക്കെന്താ? പത്രങ്ങളിലോ ചാനലുകളിലോ ഒക്കെ ഒരു ഗോസിപ്പ് വാർത്ത വന്നാ അതിന്റെ നാണക്കേട് ആർക്കാ? ഏട്ടന് തന്നെയല്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം. ഏട്ടാ, ഏയ് നന്ദിനി, നന്ദിനി വാതിൽ ഓർക്കാൻ. നന്ദിനി വാതിൽ ഓർക്കാനാ പറഞ്ഞത്. നന്ദിനി വാതിൽ ഓർക്ക. നന്ദിനി, നന്ദിനി വാതിൽ ഓർക്കാൻ. അച്ഛാ, നന്ദിനി, നന്ദിനി. ഏട്ടൻ എത്ര തട്ടി വിളിച്ചാലും ആ വാതിൽ ഇനി തുറക്കില്ല. എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏട്ടൻ കട്ടിലിൽ കയറി സമാധാനമായിട്ട് ഉറങ്ങിക്കും. ഞാൻ ഇവിടെ തറയിൽ എവിടെയെങ്കിലും കിടന്നോളാം. എന്നെ ചതിച്ച നിന്നോടൊപ്പം എനിക്ക് ഈ റൂമിൽ ഉറങ്ങാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോനാ നിന്നോട് പറഞ്ഞത്. ഏട്ടൻ ഇനി അതൊന്നും ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ മനസാക്ഷിക്ക് മുൻപിൽ ഞാൻ ഏട്ടനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പറഞ്ഞൊരു കള്ളത്തിന് ഞാൻ 1000 വട്ടം ഏട്ടനോട് തന്നെ ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏട്ടൻ തരുന്ന ശിക്ഷ എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എന്റെ ഏട്ടന്റെ ഒപ്പം തന്നെയായിരിക്കും. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ എന്തായി കാണിക്കുന്നേ? ഇറങ്ങി പോവാനാ പറഞ്ഞത്. മാറേട്ടാ അങ്ങോട്ട്. സ്വാതി, അപ്പോ ഗുഡ് നൈറ്റ്. നന്ദിനി, നന്ദിനി വാതിൽ ഉറക്കാൻ. തകർന്ന് എല്ലാം തോലിച്ച് നശിപ്പിച്ച് എല്ലാം തോലിച്ച്. എന്താ എന്തു പറ്റി? ഓ, ആ നന്ദിനി ഒറ്റ എടുത്ത് ഇതിനെല്ലാം കാരണം. നന്ദിനി എന്ത് ചെയ്തു അമ്മായി പറയുന്നേ? എടി, 2ആയിട്ടിരുന്നേനെ അവളിപ്പോ ഒന്നിച്ചാക്കി. ഒന്നിച്ചാക്കിയെന്ന്? എടി കൊച്ചുങ്ങളെ, മനസ്സിലായില്ലല്ലേ? സ്വാതിയും നീലിനെയും അവളെ ഒരു മുറിയിലിട്ട് പൂട്ടിയെന്ന്. അമ്മേ, ഇത് സത്യമാണോ? ഓ അല്ല, കള്ളം. ഓ എന്റെ ദൈവമേ, ഇന്ന് രാത്രി അവർ രണ്ടും കൂടെ ഒരു മുറി താമസിച്ച പിന്നെ അയ്യോ, അതോടെ പിന്നെ എല്ലാം തീരും. അവൾ അവനെ വശീകരിക്കും, അത് ഉറപ്പാ. സൂക്ഷിക്കണം അമ്മായി. ഇത് നന്ദിനി മാത്രം ചെയ്തതായിരിക്കില്ല. അച്ഛന്റെയും ഗിരിയുടെയും ഒക്കെ സപ്പോർട്ട് ഇതിന് പിന്നിലുണ്ടാവും.
ഗൗരി, ഈ രാത്രി അവരൊന്നിച്ചുണ്ടായാ നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റും. അമ്മായി, എന്നിട്ട് ആ നന്ദിനി എവിടെ? ആ അതല്ലേ രസം. അവള് മുറിയും പൊട്ടി താക്കോലും കൊണ്ട് അവളുടെ മുറി കയറി വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുക. നമ്മൾ ഇനി എന്ത് ചെയ്യും വേദ? എന്റെ ഫോൺ എടുക്കരുത്, മര്യാദക്ക് തരാൻ. ഇതേ തരാനല്ലേ പറഞ്ഞത്? വേദയുടെ ഫോണിൽ നിന്നുള്ള കോളാ, ഞാൻ സംസാരിച്ചോളാം. മര്യാദക്ക് ഫോൺ തരാൻ. ഇല്ല സ്വാതി, ദേ അടുത്തേക്ക് വരരുത്. ഞാൻ ഇവിടെ കിടന്ന് ഉറക്ക വിളിച്ചു പോവും. അച്ഛനും ഗിരിയും നന്ദിനിയും എല്ലാം ഓടി വരും. ഏട്ടൻ എന്നെ എന്ത് ചെയ്തെന്ന് ചോദിക്കും. ഞാനില്ലാത്ത പലതും പറയും. അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. അവളോടെ ഞാൻ സംസാരിച്ചോളാം. എന്റെ ഫോൺ തരാനാ പറഞ്ഞത്. ഹലോ, വേദമോളാണോ? ഓഹോ, നീയോ? നീലിന് ഫോൺ കൊടുക്കടി. ഇടിയും മര്യാദയ്ക്ക് നീലിന് ഫോൺ കൊടുക്കാൻ. ആണോ? സംസാരിക്കണോ? ഏട്ടാ, ദേ വേദക്കുട്ടി വിളിക്കുന്നു. വേദക്കുട്ടിക്ക് എന്റെ ഏട്ടനോട് സംസാരിക്കണോന്ന്. ഫോൺ തരട്ടെ ഏട്ടാ? വേണ്ടേ? അയ്യോ സോറി മോളെ, ഏട്ടനിപ്പോ നിന്നോട് സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല. നീ അധികം നെകളിക്കില്ലേടി. നീ ആ മുറിക്കകത്ത് എങ്ങനെയാ കേറിയതെന്ന് എനിക്കറിയാം. മര്യാദക്ക് ഇറങ്ങിപ്പോടി. ശോ, അങ്ങനെ പറയല്ലേ എന്റെ വേദമോളെ. കുറച്ചു ദിവസത്തെ പരിഭവവും പരാതിയും ഒക്കെ ഞങ്ങളൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്താ എടി? ദേ ഈ രാത്രി ഇനി ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ. ബൈ. അങ്ങനെ ഇപ്പൊ ഏട്ടനോട് അവള് സംസാരിക്കണ്ട. അവള് രണ്ടും കൽപ്പിച്ച ആ മുറിയിലേക്ക് പോയത്. അപ്പോ സംഗതി മൊത്തം കുഴഞ്ഞല്ലേ മക്കളെ? എന്റെ ദൈവമേ, എന്നെങ്ങാനും അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ. എന്റെ ദൈവമേ, എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു ശാന്തി മുഹൂർത്തം പോലും. വേദേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? സാരമില്ല ഗൗരി, ഈ രാത്രി ഒന്നും സംഭവിക്കില്ല. ഒരു മുറിയിലല്ല, തൊട്ടരികിൽ കിടക്കേണ്ടി വന്നാലും നീലിനെ വരുതിയിലാക്കാൻ സ്വാതിക്കിനി ഒരിക്കലും കഴിയില്ല. വിശന്നിട്ട് ഉറക്കവും വരുന്നില്ലല്ലോ ദൈവമേ. ഇത് ഇവള് കുടിച്ചതിന്റെ ബാക്കിയായിരിക്കും. ഇതിന്റെ പട്ടി കുടിക്കും. എന്തൊരു കഷ്ടമാ, വെള്ളമില്ലേ? ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യല്ലോ.
എന്താ ഏട്ടാ? എടി മര്യാദയ്ക്ക് വന്ന് വാതിൽ ഉറക്ക്. എനിക്ക് വിശക്കുന്നു. അത് സാരമില്ല ഏട്ടാ, കഴിക്കാനേ അടുക്കളയിൽ ഒന്നുമില്ല. എടി അടുക്കളയിൽ വല്ല ബ്രെഡോ ജാമോ എന്തെങ്കിലും കാണും. നീ വേഗം പോയി എടുത്തോണ്ട് വാ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കുടല് കരിയുന്നു. കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഓ ശല്യപ്പെടുത്തല്ലേ ഏട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ഒരു ദിവസം പട്ടിണി കിടന്നു എന്ന് കരുതി ചത്തൊന്നും പോകത്തില്ല. കിടന്നുറങ്ങാൻ നോക്കേട്ടാ. ആരായാലും തോന്നിയാസം കാണിക്കുന്നതിന് ഒരു മര്യാദക്കില്ലേ?